പ്രൈസ് ദ ലോർഡ്. ഡെയിലി ബ്രെഡ് എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ചിന്തയ്ക്കായി നാം തിരഞ്ഞെടുത്തിരിക്കുന്നത് ഉൽപ്പത്തി 4-ാം അധ്യായം 4-ാം വാക്യമാണ്. യഹോവ ഹാബേലിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചു. ഈ വാക്യത്തിൻ്റെ പശ്ചാത്തലം നമുക്കെല്ലാം സുപരിചിതമാണല്ലോ. കയീനും ഹാബേലും അവരുടെ അധ്വാന ഫലത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ വഴിപാട് കൊണ്ടുവരികയാണ്. എന്നാൽ കയീൻ്റെ വഴിപാടിൽ ദൈവം പ്രസാദിക്കുന്നില്ല. ഹാബേലിൻ്റെ വഴിപാടിൽ ദൈവം പ്രസാദിച്ചു. എന്തുകൊണ്ടാണ് ഹാബേലിൻ്റെ വഴിപാടിൽ ദൈവം പ്രസാദിച്ചത്? പൂർണ്ണ മനസ്സോടെ വ്യവസ്ഥ പ്രകാരമാണ് ഹാബേൽ ദൈവസന്നിധിയിൽ തൻ്റെ വഴിപാട് കൊണ്ടുവന്നത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം എന്ത് സമർപ്പിച്ചാലും വ്യവസ്ഥ പ്രകാരമായിരിക്കണം, പൂർണ്ണ മനസ്സോടെ ആയിരിക്കണം നാം ദൈവസന്നിധിയിൽ നമ്മുടെ സമർപ്പണം. അതേ പ്രിയമുള്ളവരെ, ഈ 2026 ആരംഭ ദിവസങ്ങളിൽ നാം ആയിരിക്കുമ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെയും ജീവിതത്തിൽ പരാജയങ്ങൾ, കോട്ടങ്ങളൊക്കെയും കടന്നു വന്നിട്ടുണ്ടാകാം. ദൈവത്തോടുള്ള ബന്ധത്തിൽ, പ്രാർത്ഥന ജീവിതത്തിൽ, വചനധ്യാനത്തിൽ, കൊടുക്ക വാങ്ങലുകളിൽ ഒക്കെയും പരാജയങ്ങൾ, ഏറ്റക്കുറച്ചിലുകളൊക്കെയും മനുഷ്യജീവിതത്തിൽ വന്നിട്ടുണ്ട്. എന്നാൽ ഈ ദിവസങ്ങളിൽ നാം പുതിയ തീരുമാനത്തോടെ ദൈവസന്നിധിയിലായിരിക്കുമെങ്കിൽ ദൈവത്തിന് കൊടുക്കേണ്ടതായ ബഹുമാനം വ്യവസ്ഥ പ്രകാരം പൂർണ്ണ സമർപ്പണത്തോടെ നാം കൊടുക്കുന്നുവെങ്കിൽ ദൈവം നമ്മുടെ വഴിപാടിൽ പ്രസാദിക്കുന്ന ദൈവമാണ്. നാം ഈ പാപമംഗലമായ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിക്കേണ്ടത് അത്യാവശ്യമായ കാര്യമാണ്. നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിക്കും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീനെന്ന് തിരുവചനത്തിൽ നാം വായിക്കുന്നു. അതുകൊണ്ട് നാം എവിടെയായിരുന്നാലും, ഏതവസ്ഥകളിലായിരുന്നാലും, സാഹചര്യങ്ങളിലായിരുന്നാലും ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവത്തിന് കൊടുക്കേണ്ടതായ ബഹുമാനം, ദൈവത്തിന് കൊടുക്കേണ്ടതായ സ്ഥാനം നാം കൊടുത്തുകൊണ്ട് പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ആത്മാവോടുകൂടെ ദൈവത്തെ സേവിച്ചുകൊണ്ട് അനുനിമിഷവും മുന്നോട്ട് പോകുമെങ്കിൽ ഓരോ ദിവസവും നമ്മുടെ പ്രാർത്ഥന ജീവിതത്തിൽ കോട്ടം വരാതെ, വചനധ്യാനത്തിൽ വീഴ്ച വരാതെ, മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ നമുക്ക് വീഴ്ചകൾ വരാതെ ദൈവസന്നിധിയിൽ എന്നും വിശ്വസ്തയോടെ ആയിരിക്കാൻ തക്കവണ്ണം ഈ വർഷക്കാലം ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. എല്ലാറ്റിലും ഉപരിയായിട്ട് നമ്മളെ രക്ഷിച്ച നാഥൻ്റെ സാക്ഷികളായി തീരുവാൻ, നശിക്കുന്നവരുടെയിലും രക്ഷിക്കപ്പെടുന്നവരുടെയിലും ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനകളായി തീരുവാൻ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലഘു സന്ദേശത്തിൽ നിന്നിരിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.